അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റിൻ്റെ ഓഫീസിലാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ജയപ്രകാശ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ ഫൗണ്ടറും ചെയർമാനുമാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് കുറേ കൂടി കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് മുമ്പോട്ട് എങ്ങനെയെന്നുള്ളൊരു കൃത്യമായ ഒരു ധാരണ ഇല്ലാതെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തിന് നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും സാറിനോട് ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്നത്. സോ നമുക്ക് സാറിലേക്ക് പോകാം. ഹായ് സാർ. ഓക്കെ സാർ, എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഈ ഒരു +2 കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് യുവാക്കൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് എന്ത് എന്നുള്ളൊരു കൃത്യമായൊരു ധാരണയില്ലാതെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രഷർ, അതിൻ്റെ പിന്നാലെ വേറെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുക, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് അവരെന്തിന് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സേഫ്റ്റി റിലേറ്റഡ് ജോബുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇനിയുള്ള ഫ്യൂച്ചറിൽ? ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ യുവത്വം വളരെയേറെ റിസോഴ്സുകളുള്ള, കഴിവുകളുള്ള ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അവർ പക്ഷേ കേരളത്തിനകത്ത് നിൽക്കുമ്പോൾ പലവിധ കാരണത്താൽ അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് പിന്നെ ആലോചിക്കാൻ പണ്ടത്തെ ഒരു തലമുറ പോലല്ല. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് കുരുങ്ങി ഫ്യൂച്ചറിനെ പറ്റി വലിയ ലക്ഷ്യബോധം ഇല്ലാതെ നിൽക്കുന്ന അവസരത്തിലാണ്. ഒരുപക്ഷെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരിക്കാം, പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തലമുറ അങ്ങനെ ആയിരുന്നില്ല. എങ്ങനെങ്കിലും പോയി രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അവൻ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് തിരയും, അങ്ങനെ പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ തീക്ഷ്ണമായിട്ട് അവനവൻ്റെ ഭാവി പറ്റി ചിന്തിക്കുന്നില്ല. സത്യത്തിൽ ഈ പറയുന്ന ഏത് രംഗത്ത് അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ച് നിൽക്കുന്നവർക്കും, അവർ ഡ്രോപ്പ് ഔട്ട് ആയിക്കോട്ടെ, ഇനിയും ഗ്രാജുവേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു, പിന്നെ ടെക്നിക്കലായിട്ട് ഇപ്പോൾ ബിടെക്കിന് പല ബ്രാഞ്ച് കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, ഇവരെല്ലാം ഒരു ജോലി അല്ലെങ്കിൽ നല്ല അന്തസ്സുള്ള ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നമുണ്ട്. പക്ഷെ അത് തീവ്രമല്ല. ഇനി എങ്ങനെ പോകണമെന്നറിയില്ല. ഈ ഫ്യൂച്ചർ ഒരു ബ്ലറാണ്, വിദൂരതയിൽ നിൽക്കുന്ന എന്തോ ഒരു സങ്കല്പം പോലെ നിൽക്കുകയാണ്. ഇപ്പം കോഴ്സ് പഠിച്ച് എന്തും ആയിക്കോട്ടെ, ഏത് ട്രേഡ് പഠിച്ചാലും സേഫ്റ്റി മേഖലയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ കോഴ്സാണ് HSE എന്ന് പറയുന്നത്, ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റ്. ഇതിൻ്റെ സാധ്യത ഓൾ ഓവർ ദ വേൾഡാണ്, ലോകമെമ്പാടും. ഒരുപക്ഷെ കേരളത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ സാധ്യതയെപ്പറ്റി അറിയില്ല. വിദേശ രാജ്യങ്ങൾ, എബ്രോഡ്, അത് യൂറോപ്യൻ കൺട്രീസിൽ ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും അത് തൊഴിൽ മേഖല, അത് മോളുകളായിക്കോട്ടെ, ഓയിൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, കെമിക്കൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അങ്ങനെ എവിടെല്ലാം ഹ്യൂമൻ അവൈലബിലിറ്റി പ്രസൻസ് ഉണ്ടോ അവിടെ എല്ലാം സേഫ്റ്റി ഫസ്റ്റ് ദെൻ വർക്ക്. അപ്പോൾ പോളിസി അത്രത്തോളം സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്, ഗവൺമെൻറ് റൂൾ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ വിഷയം അറിയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏത് വ്യക്തികൾക്കും ശോഭനമായ ഒരു ഭാവിയാണുള്ളത്. പക്ഷേ ഇത് ഇവിടെ കേരളത്തിനകത്ത് നിൽക്കുമ്പോൾ പലരും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണം അയാട്ട പഠിച്ചിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ അവരുദ്ദേശിക്കുന്ന ആ ട്രേഡിൽ എത്തപ്പെട്ടാലും അതിലും ഉപരി ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഒരു ജോബ് സെക്യൂരിറ്റി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മണി തന്നെയാണ്, അല്ലേ? സമ്പത്ത് വേണം തീർച്ചയായിട്ടും. ഒപ്പം ഒരു ജോലിയെപ്പറ്റി, ഒരു പ്രൊഫഷനെ പറ്റി ചിന്തിക്കുമ്പം മണി മാത്രമല്ല, വർക്കിംഗ് എൻവയോൺമെൻറ്റ് സേഫായിരിക്കണം, നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ നോക്കണം, നമുക്ക് എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കണം ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏത് ട്രേഡ് പഠിച്ചവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് HSE എന്ന് പറയുന്നത്. അത് അറിയണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ മറ്റു പല ട്രേഡുകളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അവർക്ക് ഈ ഒരു കംഫർട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വേറെ ട്രേഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നാട്ടിൽ ലീവിൽ വരുമ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്തിട്ട് അങ്ങോട്ട് മടങ്ങിപ്പോകുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ഒരു അക്കൗണ്ടൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പറയുന്ന സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ സേഫ്റ്റി മേഖലയെപ്പറ്റി അവിടെ ചെന്ന ശേഷമാണ് ആ എൻവയോൺമെൻറ്റ് അവരറിഞ്ഞത്. അപ്പോഴാണ് നാട്ടിൽ വരുമ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട്, കേവലം 1 മാസം കൊണ്ട് തന്നെ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് എല്ലാം മനസ്സിലാക്കി ഒരു സ്കിൽ ട്രെയിനിങ് നേടി ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, എവിടെയൊക്കെയാണോ ഇവർക്ക് വേണ്ട സർട്ടിഫിക്കേഷൻ കുറവുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ 1 മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ തന്നെ ശരിയാക്കിക്കൊണ്ട് ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി നേടുന്നു. തന്നെയല്ല, നമ്മളിവിടെ ജോബ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്.
ഞാൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ഇതാണ് സേഫ്റ്റി ടെക്കിലേക്ക് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രി ഇന്ന് അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അപേക്ഷിച്ചിട്ട് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഒരു സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യാനായിട്ട് എന്ത് ഒരു പ്രത്യേകതയാണുള്ളത്? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം എൻ്റെ തന്നെ പേഴ്സണലായിട്ട് വീഡിയോസിനകത്തൊക്കെ ഇത് ഞാൻ കൊടുക്കുന്നതാണ്. കാരണം ഇത് പലരുടെയും ചോദ്യമാണ്, പ്രത്യേകിച്ച് പേരൻസിൻ്റെ. ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവിടെയും ഇവിടെയും തമ്മിൽ എന്താണ് വ്യത്യാസം? കാരണം അവർ ആദ്യം എൻക്വയറി നടത്തുന്ന ഫീസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അവിടെ ഫീസ് എത്രയാണ്, അപ്പോൾ ഇവിടെ നെഗോഷിയേഷൻ ഉണ്ടോ, ഒരു ബാർഗെയിൻ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കച്ചവടം ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ രംഗത്തുള്ളതുപോലെ തന്നെ ഈ രംഗത്ത് മാലിന്യങ്ങൾ ഒരുപാടുണ്ട്. ഫേക്ക് ചെയ്ത് ഒറിജിനൽ ആയിരുന്നു അറിയാതെ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സെൻറ്ററിലേക്ക് തന്നെ വരുന്നവരിൽ ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാർ മുമ്പ് എവിടേക്കോ ഏതൊക്കെയോ കോഴ്സുകൾക്ക് പോയി ഇതിൽ തന്നെ സേഫ്റ്റിയിൽ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി ജോയിൻ ചെയ്ത് വീണ്ടും സമയം കളഞ്ഞ് പൈസയും കളഞ്ഞ് വീണ്ടും വരുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണം നെബോഷ് പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ട് അവർക്ക് ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് പ്രാക്ടിക്കൽ സൈഡും മാനേജ്മെൻറ്റ് സൈഡും ഒരേപോലെ അറിയാമെങ്കിൽ മാത്രമേ ഈ രംഗത്ത് ജോലി ലഭിക്കുകയുള്ളൂ. പക്ഷേ എവിടെയൊക്കെ ഒരു തിയറി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കഴിഞ്ഞ് ഇതേപോലെ ഒരു എൻക്വയറി നടത്തുമ്പം ഒരു നെഗോഷിയേഷൻ കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്നുള്ള തെറ്റായ ധാരണയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതിനെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡിമാൻഡുള്ളൊരു മേഖലയാകുമ്പം സമാനമായ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അത് എല്ലാ രംഗത്തുള്ളതുപോലെ തന്നെ ഇതിലുണ്ട്. ഏറ്റവും രസകരമായൊരു സംഭവം ഈ 1 month ക്രാഷ് കോഴ്സിലൂടെ തന്നെ ഇതിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന ആശയത്തിലൂടെ കേരളത്തിൽ ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും സേഫ്റ്റി ടെക് മാത്രമാണ്. ഇവിടുന്ന് പോയിട്ടുള്ള പഠിച്ച് ഇറങ്ങി പോയിട്ട് ഉള്ള സ്റ്റുഡൻസാണ് പല സെൻറ്ററുകളും നടത്തുന്നുള്ളതാണ്. കാരണം അവർക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ ഈ രംഗോട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവിടുത്തെ രീതികളും കാര്യങ്ങളും സംവിധാനങ്ങളും ഒരു ബിസിനസ് മൈൻഡോടുകൂടി അവർ വരുന്നു, കണ്ട് മനസ്സിലാക്കുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ഷട്ടറൊക്കെ വാടകയ്ക്ക് എടുത്തൊരു പേരുമൊക്കെ ഇട്ട് പരിപാടി അങ്ങ് തുടങ്ങുകയാണ്. പക്ഷെ അവിടെയും സ്റ്റുഡൻസിനെ കിട്ടുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു എൻക്വയറി ഇത് കണക്കുള്ള മീഡിയാസിലൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും എൻക്വയറി നടത്തും. അത് ഈ ഫേക്കായിട്ടുള്ളത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ എത്തപ്പെടാൻ ഇടയാകുന്നു. അവിടെയൊക്കെ പോയിട്ടും വീണ്ടും വരാൻ ഈ പറയുന്ന രീതിയിൽ മൂല്യമുള്ള സെൻറ്ററുകളുണ്ട്, അക്രഡിറ്റേഷനുള്ള നെബോഷ് അക്രഡിറ്റേഷൻ സെൻറ്ററുകളുണ്ട്. പക്ഷേ അത് പ്രഥമ ദൃഷ്ടിയൊന്നും ആരുടെയും കണ്ണിൽപ്പെടില്ല. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ 100% നമ്മൾ ഇത് മനസ്സിലാക്കി. ഏകദേശം 35 വർഷക്കാലമായിട്ടുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസാണിത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സെൻറ്ററുകളൊക്കെ ഉള്ളൂ ഇവിടെ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞത്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം നമ്മുടെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പലരും പല സ്ഥലങ്ങളിലും ചെന്ന് പെടാറുള്ളത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ കാര്യം സാർ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഭൂരിഭാഗം പിള്ളേരും ചിന്തിക്കുന്ന ഒരു ഫാക്ടറാണ് ഇത്. എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നൊരു ഫാക്ടറാണ് നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് തരുന്നുണ്ടെന്ന്. അതിനപ്പുറത്തേക്ക് ഒരു സപ്പോർട്ടോ പക്ഷേ ഈ പറഞ്ഞാൽ പോലും പലരും കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒരു പ്ലേസ്മെന്റിന്റെ ഫാക്ടറിനെ കുറിച്ച് എന്താണ് സാറിന് പറയാൻ? അതും ഇതേപോലെ സാമാന്യ ജനത്തിനിടയിലുള്ള ശക്തമായ ഒരു ആശയമാണ്, ചോദ്യമാണ്. എല്ലാവരും ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യം അതാണ് മനസ്സിൽ നിൽക്കുന്നത്, എനിക്കിത് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ആ ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാമെന്നാണ് പലയിടത്തും എൻക്വയറിയിൽ വരുന്നത്, പല സ്റ്റുഡൻസും അല്ലെ പേരൻസും. അപ്പോൾ ഇത് ലക്ഷ്യമാക്കി മാത്രമുള്ള പല സെൻറ്ററുകൾ എൻക്വയറി എടുക്കുന്നവരുണ്ട്. അവരിപ്പോൾ ആദ്യം തന്നെ പറയും ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി കിട്ടിയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ അത് ഒരു ആകർഷണം മാത്രമാണ്. ഇവിടുത്തെ നമ്മുടെ പ്ലേസ്മെൻ്റ് രീതി ആദ്യം ഈ വ്യക്തിയെ പ്ലേസ്മെൻറ്റിന് ഉതകുന്ന രീതി ആപ്റ്റ് ആക്കുക എന്നുള്ളതാണ്. ആ ഒരു ടാസ്ക്കാണ്. കാരണം 2 ചിറകുകൾക്ക് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പറക്കാൻ വലിയൊരു ആകാശവുമുണ്ട് ഈ സേഫ്റ്റി ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്ലേസ്ഡ് ആയിരിക്കും. അതിന് കുറച്ച് എഫേർട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഈ വ്യക്തിയെ ടെക്നിക്കലി ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നല്ലതുപോലെ ഇൻഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഇവനൊരു 10ാം ക്ലാസ് പാസ്സായി വന്ന വ്യക്തിയാണെങ്കിലും അവരെ ഈ 1 മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എല്ലാ വിധത്തിലും സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു. ഒന്ന് അവരുടെ ക്യാരക്ടർ വേസ്, സൈക്കോളജിക്കലായിട്ട് മാനസികമായ രീതിയിലുള്ള മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ
ഇമോഷൻസിനെ എവിടേക്കാണോ ചൈൽഡ്ഹുഡ് തൊട്ടുണ്ടായിരുന്ന വൂണ്ടുകൾ അതിനെയൊക്കെ മനസ്സിലാക്കാൻ അവരെ സ്വയം ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള മനഃശാസ്ത്ര ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇതിനോടൊപ്പം ഒരു സേഫ്റ്റി അല്ലേ, സേഫ്റ്റി പഠിക്കുമ്പോൾ അവനവൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് വേണമല്ലോ മറ്റുള്ളവരുടെ സേഫ്റ്റി കറക്റ്റായി. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്രോച്ച് ഉണ്ട്. കൂടാതെ തന്നെ ഈ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ റിസ്ക് അസസ്മെൻ്റ് ആയിക്കോട്ടെ, സേഫ്റ്റി ഓഡിറ്റ് ആയിക്കോട്ടെ, ജോബ് സേഫ്റ്റി അനലൈസിസ് ആയിക്കോട്ടെ, പിന്നെ ടൂൾ ബോക്സ് പ്രാക്ടീസ്, റിസ്ക് അസസ്മെൻറ്റ്, ഇതെല്ലാം ഇതിനകത്ത് ഇവിടെ വരുന്നവരെ ശരിക്കും ബോധ്യപ്പെടുത്തി. കാരണം ഒരു ഇൻ്റർവ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ള ലക്ഷ്യം വെച്ച് നമ്മളിവിടെ പഠിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയൊക്കെ നമ്മൾ എടുത്തിട്ട് 4 കാലം വീഴുന്ന പോലെ ഏത് ഇൻ്റർവ്യൂവിനെയും ഫേസ് ചെയ്യത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി ആക്കുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ 50% ഓക്കെ ആയിക്കഴിഞ്ഞു. പിന്നീട് ഒരു ലാഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള നിരവധി സ്റ്റുഡൻസ്, ഇപ്പം ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ മൗത്ത് പബ്ലിസിറ്റി ഭയങ്കരമാണ്. ഇപ്പം ഇയാൾക്കൊരു ജോലി കിട്ടി, ഒരു കമ്പനി ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ 2-4 വേക്കൻസി വന്നാൽ ഉടനെ വേറെ എങ്ങോട്ടും അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ സെൻറ്ററിലേക്കാണ്. ഇവിടെ പഠിച്ച് കഴിഞ്ഞ് ഈ കുട്ടികളെ ഇങ്ങോട്ട് റെഫർ ചെയ്യൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഈ കോവിഡ് കാലത്ത് പോലും ഒരു ബാച്ച് പോലും നമ്മൾ ബ്രേക്ക് ആയിട്ടില്ല. എല്ലാ മാസവും റെഗുലറായിട്ട് ഈ പറയുന്ന പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ആദ്യം ക്വാളിഫൈഡ് ആക്കുക, ടെക്നിക്കലി മാനേജ്മെൻറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് റിസോഴ്സുകൾ അല്ല സോഴ്സിലൂടെയാണ് ഇവിടെ എൻക്വയറികൾ അല്ല കൂടുതൽ പ്ലേസ്മെൻറ്റിനുള്ള വരുന്നത്. പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ഇവിടെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇവിടെ കഴിഞ്ഞ കുട്ടികളെ മാത്രം വേണമെന്ന് പറയും. കാരണം ഇവർക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഒരു ഇന്ന് വരെ ഒരു കമ്പനി പോലും ജോലി ചെയ്തിട്ടില്ലെങ്കിലും ഒരു 5-10 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസോട് കൂടിയാണ് ഇവിടെ നമ്മൾ പ്ലേസ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റ് ഇന്നും ഈ ബാച്ച് ഇപ്പം ഒരു ബാച്ച് തീരാൻ പോവാണ്, ആ ബാച്ചിലുള്ള എല്ലാവരും പ്ലേസ്ഡ് ആയി എന്നുള്ളതാണ്. അത് അങ്ങനെ ഓരോ ബാച്ചും കഴിയുമ്പോൾ തന്നെ അവർ ഇവിടെ വരുന്നിടം വരെ ഒന്നും അറിയില്ല. അവർക്ക് ഒരു ബ്ലാങ്ക് ബോർഡ് പോലെയാണ് അവരുടെ മനസ്സ് ഈ രംഗത്തെ പറ്റി. പക്ഷേ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇത്രയും കറക്റ്റാക്കി ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യത്തക്ക രീതിയിലുള്ള എല്ലാം തയ്യാറാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് പിന്നെ ആവശ്യക്കാരായിട്ടുള്ളവർക്കും ശ്രമിക്കുന്നവർക്കും അങ്ങനെയും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് എനിക്കത് വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്ന ഒരാൾക്ക് പോലും പ്ലേസ്മെൻറ്റ് കിട്ടാതിരുന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ 2-3 പേര് വീട്ടുകാരുടെ നിർബന്ധപ്രകാരമോ അല്ലെ എന്തെങ്കിലും പഠിക്കാൻ പോകണമല്ലോ എന്ന് പോയി സമയം കളയാൻ വന്നിട്ടുള്ളവരല്ലാതെ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും തീവ്രമായ രീതിയിൽ ഈ രംഗത്ത് നിലകൊള്ളണം എന്ന ആഗ്രഹത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് 100%. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അടുത്തതായിട്ട് ഇപ്പം എനിക്ക് പറയാനുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ഇപ്പം പല ഓപ്ഷൻസ് ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിലും നമ്മൾ കാണുന്നത് നെബോഷ്, അയോഷ് അതുപോലെ തന്നെയുള്ള കോഴ്സുകൾ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇപ്പം ഞാനിത് പഠിച്ചിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമയും അതുപോലെ തന്നെ നെബോഷൊക്കെ പഠിച്ചതാണെങ്കിലും സാർ പറഞ്ഞതുപോലെ ഫുള്ളി ബ്ലാങ്ക് ആണ്. എനിക്ക് അതിനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അതേസമയം ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാസത്തെ ഒരു ക്ലാസ്സിലൂടെ തന്നെ ജസ്റ്റ് നമുക്ക് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും നേരത്തെ ആ നെബോഷ് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ്ലി ഒരു ജോബിൽ കയറിയിരുന്നെങ്കിൽ ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക, എനിക്കൊന്നും അറിയില്ല. അതേസമയം ഞാൻ ആ ഒരു സൈറ്റിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഇവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ടെക്നിക്കലായിട്ട് നമുക്ക് കാണിച്ചു തന്ന് പഠിപ്പിച്ചിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറേ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ് എന്നുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളിവിടെ മെയിനായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സാറിന് എന്താ പറയാം? അയാൾ സംസാരിച്ചതിൽ തന്നെ അതിൻ്റെ അകത്ത് ഉത്തരവെല്ലാം ഉണ്ട്. കാരണം ഏത് രംഗത്തും നമുക്ക് എക്സ്പെർട്ട് ആകണമെങ്കിൽ സക്സസ് ആകണമെങ്കിൽ അറിവും തിരിച്ചറിവും ഉണ്ട്. അറിവെന്ന് വെച്ചാൽ ജനറലായിട്ട് ഏത് വിഷയത്തെപ്പറ്റി അറിവുകൾ നമുക്ക് ഇവിടെ നിന്നും കിട്ടും. പ്രത്യേകിച്ച് ഇപ്പം നെറ്റിലൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ അറിവുകളുടെ ഒരു വലിയൊരു ഇത് തന്നെ ഉണ്ട്. പക്ഷേ തിരിച്ചറിവെന്ന് പറയുന്നത് അതാത് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമേ ആ തിരിച്ചറിവ് കിട്ടുകയുള്ളൂ. സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് 10-35 വർഷക്കാലമായിട്ട് വിവിധ ഇൻഡസ്ട്രികളുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഏറ്റെടുത്ത് നടന്നൊരു സ്ഥാപനം കൂടെയാണ്. അപ്പോൾ ഗ്രൗണ്ടിലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡുകളും നമുക്കറിയാം. തന്നല്ല സ്റ്റാൻഡേർഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ആ വിദേശ സ്റ്റാൻഡേർഡുകളിലുള്ള തന്നെ അപ്ഡേഷൻസ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കും. തന്നല്ല എന്നോടൊപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സ് പറഞ്ഞാൽ ഇതിനകത്ത് 100% ക്വാളിഫൈഡ് ആണ്. അവർ ഈ കോഴ്സും കഴിഞ്ഞ് നെബോഷും കഴിഞ്ഞ് അല്ലെങ്കിൽ ഐഡിപ്പും കഴിഞ്ഞ് മറ്റ് കമ്പനികളിൽ തന്നെ പ്രൊജക്റ്റ് ഡീൽ ചെയ്ത് സെൽഫായിട്ട് സ്കില്ലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് ഇവിടെ നമ്മുടെ ഈ വരുന്ന ആൾക്കാരെ മാനേജ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ഇൻഡക്ഷൻ കൊടുക്കുന്നു. സാധാരണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ
എവിടേക്കോ കുറച്ച് ഒരു സിലബസ് അവർ കൊടുക്കുന്നു, അതനുസരിച്ചുള്ള തിയറി ബാക്ക്ഗ്രൗണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ മുഴുവൻ ഈ കുട്ടികളുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് നെബോഷ് പോലുള്ളതൊക്കെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡെപ്തിലുള്ള പ്രാക്ടിക്കൽ ടെക്നിക്കൽ നോളജ് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ആ സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം ആ ഒരു ഗ്യാരണ്ടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത്രയും നാളത്തെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഗ്രൗണ്ടിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 2000 പരം കമ്പനികളുടെ വിവിധ ഇൻഡസ്ട്രികളുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഏറ്റെടുക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ. കൂടാതെ തന്നെ ഞാനിവിടെ നമ്മുടെ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന് പോയിട്ടുള്ള ആയിരക്കണക്കിന് സ്റ്റുഡൻസ് വിദേശ രാജ്യങ്ങളിൽ പല പല കമ്പനികളിലെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുകയാണ്. അപ്പോൾ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങൾക്ക് പോകുമ്പോൾ അവരുടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡുകളെയൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടുത്തെ സിലബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏത് കാലഘട്ടത്തിൽ ജോയിൻ ചെയ്യുന്നവർക്കും ആ കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വെർഷൻസ് പ്രാക്ടിക്കലി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈസി ആയിട്ട് ഒരു പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു വ്യത്യാസം. ഇപ്പോൾ ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആയി. അപ്പോൾ എനിക്ക് ഇനി അടുത്ത ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഞാൻ ചോദിക്കേണ്ട ഒരു, അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഇപ്പോൾ പലരും പറയുന്നൊരു ഫാക്ടറാണ് അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ളൊരു ആ ഒരു ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആണോ, അല്ലെങ്കിൽ അതിൽ ആ ഒരു റൂട്ട് നടത്താൻ അല്ലെങ്കിൽ ആ ഒരു ഇത് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് നോക്കണമെന്നുള്ളത് പലരും പറയുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ സാറിനെ കുറിച്ച് അല്ലെങ്കിൽ സാറിൻ്റെ ഈ ഒരു ഫീൽഡിലുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കുലത്തൊഴിൽ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് 1989 മുതൽ ഇത് തന്നെയാണ്. സേഫ്റ്റി ഫീൽഡാണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ പല കമ്പനികൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നു. HSC കൺസൾട്ടൻസി ഇതൊക്കെയാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എൻ്റെ ഡോക്ടറേറ്റും PhD എന്ന് പറയുന്നതും സേഫ്റ്റി എഞ്ചിനീയറിംഗിലാണ്. അപ്പം ഞാനിവിടെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതിൽ സൈൻ ചെയ്യുമ്പോൾ ഡോക്ടർ B ജയപ്രകാശ് PhD ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്നുള്ള ആ സൈനുണ്ട്. ഇത് ഏത് കമ്പനിയിൽ ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ഒറ്റ നോട്ടം ആ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മതി. ഈ ഒരു ക്വാളിഫിക്കേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മറ്റെങ്ങും കിട്ടില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ നമ്മളൊരു ഏത് പ്രൊഫഷൻ പഠിക്കണമെങ്കിലും ഒരു ആശാരിപ്പണി പഠിക്കണമെങ്കിൽ ആശാരിയോടൊപ്പം നിൽക്കണം കേട്ടോ, നല്ല ടെക്നിക്കൽ സൈഡ് കിട്ടുള്ളൂ. ഒരു മെക്കാനിക് ആണെങ്കിൽ ഒരു മെക്കാനിക്കിനോടൊപ്പം നിന്നാലേ ക്ലിയർ ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് അറിയാം, തിരിച്ചറിവിലൂടെ അറിയണമെങ്കിൽ ഒരു പ്രൊഫഷണലി ഡീൽ ചെയ്യണമെങ്കിൽ അതാത് രംഗത്തുള്ള ഒരു എക്സ്പെർട്ടിൽ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ സേഫ്റ്റിയാണ് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും സേഫ്റ്റി പഠിച്ചിട്ട് വരുന്നുണ്ടെങ്കിലും റിയൽ ആയിട്ടുള്ള കിട്ടുന്ന ദ റൈറ്റ് നോളജ് ഫ്രം ദ റൈറ്റ് ഏരിയ ഓർ റൈറ്റ് പേഴ്സൺ അത് കിട്ടാത്തതാണ് പലയിടത്തെയും പ്രശ്നം. ഈ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാൻ കാരണം അതാണ്. ഇതേ രംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ടെക്നിക്കൽ സൈഡ് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെ അഡാപ്റ്റ് ചെയ്തിട്ട് വരുന്ന സ്റ്റുഡൻസിലോട്ടും കൊടുക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാൽ അവരെല്ലാം തന്നെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ്. ഇവിടെ കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടിയാൽ അവർ കയറി വരുന്നവർ തിരിച്ചു പോകുമ്പോൾ മറ്റൊരു അവസ്ഥയിലാണ്, വേറൊരു ലെവലിലാണ്. കാരണം എല്ലാ വിധത്തിലും സേഫ് ആകുകയാണ്. ഇപ്പോൾ ഇവിടെ ഡോക്ടർ ആഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിജീഷ് ആയിക്കോട്ടെ, രാഹുൽ ആയിക്കോട്ടെ, അനു ആയിക്കോട്ടെ, ഇങ്ങനെ ഈ ഒരു ടീം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ കേപ്പബിളാക്കി വിടുന്നിടം വരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ബന്ധത്തിന് തുടക്കം കുറിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു ജോലി കിട്ടിയാൽ തന്നെ കുറേ നാൾ കഴിഞ്ഞ് അവർ ആ ജോലി കഴിഞ്ഞ് വേറെ ജോലിയോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ വേക്കൻസി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ് വീണ്ടും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു കലവറയാണ്. ഒരു സേഫ്റ്റി ഫീൽഡിലേക്ക് എക്കാലവും പോകുന്നതിന് ഫുള്ളി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സർവീസ് എല്ലാം ഇത്രയും നാളത്തെ എൻ്റെ ഈ രംഗത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിവിടെ ഫീഡിങ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കുറേ കാര്യങ്ങൾ ഈ ഞാനിപ്പോൾ ചോദിച്ച കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല യുവാക്കളും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിൽ പോലും പലരും അതൊന്നും ചിന്തിക്കാറില്ല. ഇപ്പം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ പ്ലേസ്മെൻ്റ് ആണെങ്കിലും ഒക്കെ എടുത്ത് കാണിച്ച് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ചെയ്യാൻ പറ്റും. പക്ഷേ അത് കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് വലിയൊരു കാര്യം. പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എനിക്ക് പണി കിട്ടി. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറ് കൂടിയില്ല അവർക്ക്. പക്ഷേ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ്. സോ ഓഫ് കോഴ്സ് നിങ്ങൾ എന്തായാലും ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് മുമ്പോട്ട് എങ്ങനെ എന്ത് എന്നൊന്ന് കറക്റ്റായിട്ട് അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. സോ നിങ്ങൾക്ക്
നല്ല രീതിയിൽ ഡിസ്കവർ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വരാം, നമ്മുടെ ഓഫീസൊക്കെ വിസിറ്റ് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. സോ സ്റ്റേ ട്യൂൺ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? ശാന്തിയുള്ള മണ്ണല്ലേ, ചോരഗന്ധമില്ലാത്ത കാറ്റല്ലേ, നിനക്ക് തെറ്റി കാലന്റെ ഭൂമി, ഭൂലോകമാണ് ചോര കൊണ്ടിടുടി വെച്ച പല ചങ്കാശി ഭൂമി. ഇവിടെ കൂട്ടാടി യുദ്ധമിനി നേരോടെ പോരാട കാണാ. നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവ്.